ലാസ്റ്റ് ഇയർ ലിയോൺ ദ പ്രൊഫഷണൽ എന്ന സിനിമയെ കുറിച്ചിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ അജിത്തിനെ വെച്ചിട്ടൊരു ഇന്ത്യൻ അഡാപ്റ്റേഷൻ വന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ വരുന്നത് ഷാറുഖ് ഖാനെ വെച്ചിട്ടാണ്. സോ സുജയ് ഘോഷിൻ്റെ കിങ്ങിനെ കുറിച്ചിട്ട് സംസാരിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ലിയോണിന് ഒരു ഇന്ത്യൻ അഡാപ്റ്റേഷൻ ചെയ്യണം എന്ന് എനിക്ക് തോന്നാനുള്ള റീസൺ മുന്നേ അത് അഡാപ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് ബോറാക്കി വെച്ചിട്ടുണ്ട്. ബോബി ഡിയോളിൻ്റെ ബിച്ചു, അർജുൻ സർജയുടെ സൂര്യപാർവൈ അന്നത്തെ ടൈമിൽ അഡാപ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് ചീറ്റിപ്പോയതാണ്. സോ ഇതുവരെ ഒരു നല്ല പതിപ്പ് വരാത്തത് കാരണം വന്നാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ അജിത്തിനെ വെച്ച് ഗൗതം മേനോൻ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അത് ബോളിവുഡിൽ SRK വെച്ചിട്ട് ആയി എന്ന് മാത്രം. ഇപ്പോൾ ആക്ഷൻ കാറ്റഗറിയിലൊക്കെ സിനിമ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു 40+ അല്ലെങ്കിൽ അത്തരം ഏജ് കാറ്റഗറിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അതിനായി ഇത്തരം സിനിമകളിൽ SRK സ്റ്റൈലിഷ് ആയിട്ട് യങ്ങായി നടത്താൻ വേണ്ടിയിട്ട് VFX പരിപാടികൾ വരെ അതിൽ ചെയ്യാറുണ്ട്. ഇത്തരം സിനിമകളിൽ അങ്ങനത്തെ ശ്രമങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ലിയോൺ എന്ന സിനിമയിലെ ക്യാരക്ടർ ചെയ്യാൻ ഇതൊന്നും വേണ്ടി വരില്ല. റിയൽ ലൈഫിലെ അതേ ഏജ് കാറ്റഗറിയിൽ വരുന്നൊരു ക്യാരക്ടർ ആയതുകൊണ്ട് ഇത്തരം പ്രിപ്പറേഷൻസിൻ്റെ ആവശ്യമില്ല. പോരാത്തതിന് ഈ ക്യാരക്ടർ SRKക്ക് നന്നായിട്ട് സ്യൂട്ടാവും. അഡാപ്റ്റേഷൻ ആയതുകൊണ്ട് നല്ല വൃത്തിക്ക് ചെയ്താൽ ഒരു അഡാപ്റ്റേഷൻ എന്ന നിലയിൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ളൊരു കണ്ടൻറ്റാണ് ലിയോൺ. ലിയോൺ അങ്ങനെ ഒരു കംപ്ലീറ്റ് ആക്ഷൻ സിനിമയല്ല. ലിമിറ്റഡായ ആക്ഷൻ സെറ്റ് പീസ് വെച്ചൊരു ഡ്രാമ ആംഗിളാണ് ആ സിനിമയ്ക്ക് ഉള്ളത്. പക്ഷെ ചെയ്യുന്ന എല്ലാത്തിലും ആ സിനിമ കിടിലമാണ്. പക്ഷേ ഈ പാറ്റേണിൽ ഹിന്ദിയിൽ ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് ജവാനൊക്കെ ഇഷ്ടപ്പെട്ട ഓഡിയൻസിന് മാസ് കുറച്ച് കൂടുതൽ വേണ്ടി വരും. സോ ആക്ഷൻ നെറേറ്റീവ് കുറച്ച് കൂടുതലായി പാക്കേജ് ചെയ്താലേ ഇവിടെ കാര്യമുണ്ടാവുള്ളൂ. ഓഡിയൻസ് കൂടുതലുള്ള മാർക്കറ്റിൽ എന്ത് വേണോ അതനുസരിച്ചിട്ടുള്ളത് ചെയ്യേണ്ടി വരും. സോ ഡ്രാമയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആക്ഷൻ ലിമിറ്റഡ് ആക്കിയാൽ ഇവിടെ അത് വർക്കാവുമെന്ന് ഡൗട്ടാണ്. കില്ലൊരു എക്സെപ്ഷനായിട്ട് നിർത്തിയാൽ വേറെ ഒരു ഗംഭീര ആക്ഷൻ സിനിമ ബോളിവുഡിൽ ഒരു ലാസ്റ്റ് 5 ഇയേഴ്സിൽ അത്രയും എടുത്തു പറയാൻ പറ്റുന്ന രീതിയിലൊന്നും വന്നിട്ടില്ല. പല മെയിൻ സ്ട്രീം ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ സിനിമകൾ ഒന്നെങ്കിൽ വരുമ്പോൾ വർക്കാവില്ല, അല്ലെങ്കിൽ ആവറേജ്. ഈ ഒരു അവസ്ഥയേ ഉള്ളൂ. അതിപ്പോൾ ഷാറുഖ് ഖാൻ ചെയ്ത പട്ടാനും ജവാനും ആവറേജ് മെറ്റീരിയൽ മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ നീറ്റായിട്ട് കിങ് പ്രസൻറ്റ് ചെയ്താൽ ഒരുപക്ഷെ നല്ലൊരു മാറ്റമായിരിക്കാം. പക്ഷെ അതിലും മറ്റൊരു ഇഷ്യൂ ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് പോയിന്റിൽ പറയാം. ബോളിവുഡിലെ ഒരു ടൈം വരെ ഈ റീമേക്ക് ആൻഡ് അഡാപ്റ്റേഷനിൽ ഒരുപാട് ഫണ്ട് വാരിയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. പക്ഷെ ഇപ്പോൾ അതവിടെ വർക്കാവുന്നില്ല. പ്രൈമറി റീസൺ ഇതൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ഒന്നെങ്കിൽ ഒറിജിനൽ ഡബിലെങ്കിലും പോപ്പുലർ ആവും, അല്ലെങ്കിൽ റീമേക്ക് ഓർ അഡാപ്റ്റേഷൻ എന്ന് കേട്ടാൽ കാണാൻ ഓഡിയൻസ് ഇല്ല. ഇതിപ്പോൾ കിങ്ങിനെയും ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ SRKയുടെ ലാസ്റ്റ് സിനിമകളൊക്കെ അത്യാവശ്യം നല്ല ബിസിനസ് ഉണ്ടാക്കിയ സ്ഥിതിക്ക് അതിൻ്റെ ഒരു വേവിൽ ഒരു പക്ഷേ ഇതും കയറിപ്പോവാം. അല്ലെങ്കിൽ മറ്റുള്ള അഡാപ്റ്റേഷൻസിനെയും റീമേക്കിനൊക്കെ ഇഗ്നോർ ചെയ്ത പോലെ ഇതും ചെയ്യും. അവിടുത്തെ ഓഡിയൻസിൻ്റെ കയ്യിലാണ് ഇതൊക്കെ ഉള്ളത്. സോ ഈ സിനിമയുടെ ഗതിയും അവിടുത്തെ ഓഡിയൻസ് ഡിസൈഡ് ചെയ്യും. ലിയോൺ ദ പ്രൊഫഷണൽ എന്ന സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.